Okay, morning we were studying about how the composting is done. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടതാണ് വെർമി കമ്പോസ്റ്റിന്റെ വീഡിയോ കണ്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് മണ്ണീര് ഓക്കെ നമ്മൾ കൊണ്ട് മണ്ണീരനൊക്കെ ഇടുന്നത് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് 200 പേജ് നമ്പർ 200 reusing and recycling paper. We know that when you came to LKG you had got notebooks and textbooks, and in first, second, third, fourth, fifth, and now you are using sixth standards and textbooks and notebooks. Are you keeping all these? Yes. Are you keeping all these notebooks and textbooks with you still now from LKG to till? No, some you are keeping, but some books, notebooks, textbooks you have a tear off, and then some you have sold to people, those who came to your house and all, isn't it? Okay. And do you think for what purpose they have purchased these notebooks and textbooks with us from us? People, they come to collect the old papers from our house, and what do you think? What is the use of this? Do you think there is children? For recycling purpose, not for their children to study. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യുന്നതിന്. Okay, once you have used now the textbooks that you have with you, maybe once that you have used, maybe when you are in LKG or UKG and all, after all taken to the factories and recycled it and made it another textbooks and notebooks, and again it will come back to our hands. May not be our own hands, but to other students' hands. അതായത് ഒരിക്കലും നമ്മൾ LKG യിലൊക്കെ പഠിച്ച അതേ ടെക്സ്റ്റ് ബുക്സും നോട്ട്ബുക്സും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഇറങ്ങി തിരിഞ്ഞ് വീണ്ടും സിക്സ്ത്തിലും സെവന്തിലും ഒക്കെ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. കാരണം ഇത് ഒരിക്കലും അവർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും ടെക്സ്റ്റ് ബുക്കുകളും നോട്ടുമായിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. ഓക്കെ, നമ്മൾ റെയിൻ വാട്ടറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് സീയിൽ നിന്ന് ഓഷനിൽ നിന്നൊക്കെ ഇവാപറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഇവാപറേറ്റ് ചെയ്തിട്ട് അത് അവിടുന്ന് കണ്ടൻസേഷൻ നടന്ന റെയിൻ ആയിട്ട് താഴെ വരുന്നു. അപ്പൊ ഈ റെയിൻ എന്ത് ചെയ്യുന്നു? ഒഴുകി ഒലിച്ച് വീണ്ടും പോകുന്നു, വീണ്ടും അത് കടലിലേക്ക് എത്തുന്നു. അതായത് കുറെയൊക്കെ മണ്ണിലൊക്കെ അബ്സോർവ് ആയിട്ട് പോകുന്നു, വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഒലിച്ച് പിന്നെ നമ്മുടെ റിവേഴ്സിലും പോൺസിലും ഒക്കെ എത്തി ഫൈനലി ഇറ്റ് വിൽ റീച്ച് ബാക്ക് അഗൈൻ ടു ദ സീ. ആൻഡ് സീയിൽ എത്തിയതിനു ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു? വീണ്ടും അത് ഇവാപറേറ്റ് ചെയ്ത് അടുത്ത ട്രിപ്പ് മഴയായിട്ട് വീണ്ടും വരും. ഇത് തന്നെ കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞ പോലെ ഈ ബുക്സ് ഒക്കെ തന്നെയാണ് നമ്മൾ പണ്ട് പഠിച്ചതും എന്നർത്ഥം. ഓക്കെ, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പേപ്പർ. പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം വുഡ്. ഡു യു നോ ഹൗ ദ പേപ്പർ ഈസ് മെയ്ഡ്? പേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. വുഡിൽ നിന്നും, അതായത് ചില മരങ്ങളുടെ തടി അത് അരച്ച് പൾപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേസ്റ്റ് പരുവത്തിലൊക്കെ ആക്കിയിട്ട് പിന്നെ അത് വെയിലത്തിട്ട് ഉണക്കി ഒക്കെയാണ്. ഞാൻ നോക്കട്ടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോന്ന്. Good evening, Miss. Yes, good evening. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. Work smarter. I'm David Petruto, and today I'm going to show you how to make homemade paper from recycled materials you can find around the house. Here's what you're going to need. Crucial to paper making is a decal. If you have some basic woodworking tools, I show you how to make one in this video here. You can also make one out of some old picture frames or even purchase one from Amazon. I'll have a link down below. You'll also need a blender, a tub to hold water, sponge, window screen, bath towel,
and paper towels. Optional but helpful is an iron and a heat gun. Let's get started. I like to coat my screens with some cooking spray to keep the paper from sticking. Sorry. Next, I'll tear up about 5 sheets. മില്ലിൽ എങ്ങനെയാണ് പേപ്പർ ഉണ്ടാക്കുന്നതെന്നല്ല, മില്ലിൽ എങ്ങനെയാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. Hey DIYers, today on Make Your Mark, we are making handmade paper from recycled paper that you normally throw away. It's an awesome process that my friend Robert taught me how to make. Now Robert is a great DIYer and I am going to leave a link to his YouTube channel in the description of this video, so get on over there and see what he makes. കണ്ട പോലെ തന്നെയൊക്കെ തന്നെ. ഓക്കെ, പേപ്പർ കട്ട് ചെയ്ത് ഇത് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നതാണ് കേട്ടോ. കട്ട് സം പേപ്പേഴ്സ് പുട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഫാക്ടറിയിൽ ഇങ്ങനെ മിക്സിയിലൊന്നും അല്ല. അതിന്റെ കൂട്ടത്തിൽ അവരെന്തോ ഒരു സാധനം ആഡ് ചെയ്തു, കുറച്ച് വെള്ളം ഒഴിച്ചു, ജ്യൂസ് ആക്കി, പേപ്പർ ജ്യൂസ് എന്താ. ഗ്ലാസ് പീസ് അതിന്റെ മേളിൽ വെച്ച്, അല്ല ഗ്ലാസ് പീസ് അതിന്റെ പേപ്പർ ഷീറ്റ്. Thank you, Robert, for this awesome technique. Thumbs up if you like this video. ഇതാരാ വരച്ച ആളാരാണ്? ഇതിലെങ്ങനെയാണ് വരച്ച ആൾ? വേഗം അയച്ചു കളഞ്ഞ ഇതാ KG ക്ലാസ്സിലെ പിള്ളേരുടെ കൂട്ട്. എന്തുവാ ഇത്? We think this is a valuable project because kids actually get to make a piece of paper. So they see on a smaller scale how paper is made. Shred them into wood chips. You know, they basically make paper the same way they've made it for thousands of years, just better and a whole lot faster. Wow, look at it handle that bundle of trees. Wait till you see what happens next. Whoa, look at how they dump all those wood chip trucks. Yup, those chips will make a lot of paper. Think how much we use every day. Yeah, I read that in early paper mills, everything was done by hand. Right. What would they think if they saw all this today? To take a wood chip from a pine tree and by the afternoon have turned it into a piece of paper is amazing. It's like a giant chemistry experiment every day. The process is always changing. It's different every day, which makes my job exciting. Here at our mill, we also use recycled fiber to help make paper. 24% of our fiber comes from recycled fiber, which is old corrugated box. Up the wood and recycled paper. You get paper fibers. അതായത് മരം മെഷീനകത്തിട്ട് അരച്ചിട്ട് ഈ പരുവത്തിലാക്കുന്നു. Of course, they have to clean it too. Okay, so now you have pulp. I'm going to show you what you will be doing. First of all, this yellow vat right here is a bin of water with some pulp already in it, and I'm going to add more.
I'm just going to go ahead and put just the right amount of strength, smoothness, and color. You have to be consistent too. So everything has to be controlled. Just Oh, so this is where it all winds up. Yep. A machine like this can make a roll of paper 30 feet wide and 40 miles long in just 1 hour. ശരിക്കും ഞാൻ മില്ലിലെ ഒരു വീഡിയോ ആണ് കിട്ടേണ്ടത്. അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ഈ എന്താന്ന് വെച്ചാൽ okay. The wood pieces they will take to the mill and then they will make it powder. Powder പരുവത്തിൽ അതിനെ മെഷീൻ ഉപയോഗിച്ച് പൊടിച്ച് ആ പരുവത്തിലാക്കുന്നു. അതായത് എല്ലാ മരങ്ങളും നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അതിനായിട്ട് കനം കുറഞ്ഞ തരം മരങ്ങളൊക്കെയാണ്. അത് പിന്നെ പൾപ്പ് എന്ന് പറയും. പൾപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പേസ്റ്റ് പരുവത്തില് വെള്ളമൊക്കെ ചേർത്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കുന്നു. അതിനുശേഷം അത് ഇലക്ട്രിക് ഇപ്പൊ നമ്മളെല്ലാ മെഷീൻസും ഇലക്ട്രിക്കൽ വേയിലാണ് അല്ലെ. സോ കറണ്ട് ഉപയോഗിച്ച് അതിനെ ഉണക്കിയെടുക്കുന്നു. വളരെ കനം കുറച്ച് ഉണക്കിയെടുത്ത് പിന്നെ പേപ്പർ ആക്കുന്നു. വളരെ ഇതിലായിട്ട് നമ്മുടെ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അത്രയും കട്ടിയുള്ള പേപ്പർ നമുക്കറിയാം അല്ലെ. പിന്നെ അതിൽ പ്രിന്റ് ഒക്കെ ചെയ്യുന്നു. നമുക്കറിയാം നോട്ട് ബുക്കുകള് പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ശരിക്കുള്ളൊരു വീഡിയോ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. Though paper is also biodegradable, a better way of disposing paper is to use part of it at home, for example, for covering books and selling the rest to the waste collector, person who deals in waste materials for recycling. So, the paper, എന്താ ജോയിലൂട്ട എന്തൊക്കെയോ അവിടെ സംഭവം നടക്കുന്നുണ്ടല്ലോ. ജോയിലെ ആരാ അവിടെയുള്ള കൊച്ചിനെ വർത്താനം പറയാൻ? എന്തോ ഉണ്ട്, ഞാൻ കണ്ടു. ആരോ അല്ല ഇവിടെ സംസാരിക്കാൻ? അത് തന്നെ ഇരുന്ന് സംസാരിക്കുവോ? ആരും ഉണ്ട്, അതല്ല നീ സംസാരിക്കുന്നേ. ഓക്കെ. സോ നമ്മൾ രാവിലെ പഠിച്ച പോലെ പേപ്പർ എന്ന് പറയുന്ന ബയോഡിഗ്രേഡബിൾ ആണ് എന്ന് വെച്ചാല് മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേരുന്ന ഒന്ന് തന്നെയാണ്. എങ്കിൽ പോലും ദ ബെസ്റ്റ് വേ ഓഫ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഓരോ സാധനങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്സ് ഒക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇനി ഇതൊന്നും അല്ല, ഇപ്പൊ അതിനൊരു പരിധി കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ബാക്കി വരുന്നത് നമ്മള് ഈ പറയുന്ന വേസ്റ്റ് കളക്ടർ, അതായത് നമ്മൾ ആക്രി പെറുക്കുന്ന ആൾക്കാർ വരികയല്ലേ, അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ദേ വിൽ ടേക്ക്. ഇപ്പൊ നമ്മൾ കണ്ടില്ലായിരുന്നോ അവരെ കൊണ്ടുപോയിട്ട് അത് റീയൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് പല രീതിയിൽ ഉപയോഗിക്കാം. അവരെ മിക്സിയിലിട്ട്, അതായത് ഇപ്പൊ 1-2 പേപ്പറൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ട് ഇതുപോലെ അരച്ച് ആ രീതിയിലാക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ ഫാക്ടറിയിൽ നമ്മൾ ഒരുപാട് പേരുടെ പേപ്പറുകൾ കൊണ്ടുപോയിട്ട് ഒരു ഫാക്ടറിയിലാക്കുന്നത്. അപ്പം വലിയ ബിഗ് മെഷീൻസ് ഉണ്ട്. ആ മെഷീനിലിട്ട് വീണ്ടും അരച്ച് അത് വേറെ രീതിയിലേക്ക് ആക്കി തീർക്കുന്നത്. So it is the better way of disposing paper is to use part of it at home. For example, for covering books and selling the rest to the waste collector, person who deals in waste materials for recycling. It is recycled by making paper carry bags or is used for making recycled paper. പിന്നെ ആ പേപ്പർ ഉപയോഗിച്ച് ഈ പറയുന്ന പേപ്പർ ക്യാരി ബാഗ്സ് ഒക്കെ ഉണ്ടാക്കി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ തുണിക്കടയിലൊക്കെ പോയി തുണി വാങ്ങുമ്പോൾ പഴയ പോലെ പ്ലാസ്റ്റിക് കവറിനകത്തൊന്നും ഇട്ട് തരാറില്ല അല്ലെ. പകരം അവർ ഈ പേപ്പർ ബാഗ്സ് ആണ് നമുക്ക് കൂടുതലും തരുന്നത്. ഒരുപാട് തുണികളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ ഷോപ്സ് they are giving us the cloth in paper carry bags because plastic bags have been banned. അത് നിരോധിച്ചതിന് ശേഷം ഇപ്പൊ നമ്മള് ചെറുപുഴയോ അല്ലെങ്കിൽ മറ്റു കടകളിലൊക്കെ പോയാൽ മിക്കവാറും കടകളിൽ അവർ ഈ പേപ്പർ ഇതിനകത്തിട്ടിട്ടാണ് നമുക്ക് തരുന്നത് അല്ലെ തുണിയൊക്കെ. നമ്മൾ മറ്റു ഷോപ്പുകളിലൊക്കെ പോയെന്നാലും ഇപ്പൊ നമുക്ക് കൂടുതൽ സാധനങ്ങളും നമുക്ക് കൂടുതൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന പോലെ പേപ്പർ ബാഗിലാണ് കിട്ടുന്നത്. സോ നമ്മുടെ ഈ വേസ്റ്റ് വരുന്ന പേപ്പർ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ പേപ്പർ ക്യാരി ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. If we recycle paper, we reduce the number of trees cut down. So what is the main benefit of recycling the paper? If we recycle the paper and reuse it by making another paper items, the number of trees that we cut to make papers will be reduced. എന്ന് പറഞ്ഞാല് നമ്മള് മരങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പേപ്പർ ഒക്കെ ഉണ്ടാക്കുന്നത്.
അപ്പൊ നമ്മൾ ഈ പേപ്പർ റീയൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ പുതിയ പേപ്പർ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യേണ്ട ട്രീയുടെ എണ്ണം കുറയും. So the number of trees to be cut to make paper items will be reduced if you recycle and reuse the paper. Also, there is less garbage to be disposed. So, ഈ പേപ്പർ എല്ലാം ഒരു ഗാർബേജ് ആണ്. വേസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ എല്ലാം ഗാർബേജ് തന്നെയാണ് അല്ലെ. അതിന്റെ കൂട്ടത്തിൽ ഇതിനെ ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഗാർബേജ് വരും. സോ ഇങ്ങനെയുള്ള ഒരുപാട് ഗാർബേജ് കൂടി നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം പേപ്പർ എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. കത്തിച്ചെന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് അല്ലെ. പ്ലാസ്റ്റിക് കത്തിക്കുന്ന പോലെ കച്ചറയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കത്തിക്കാൻ പറ്റും. വേഗം നമുക്ക് അതിന്റെ ഈ ഗാർബേജ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. You can even make a recycled paper at home to paint on. ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ, മിക്സിയിലൊക്കെ ഇട്ട് അരച്ചിട്ട് ആ പേപ്പർ എടുത്തിട്ട് അതിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച് ആർട്ടിസ്റ്റിക് വേയില് അവർ പ്രസന്റ് ചെയ്തേക്കുന്നുണ്ട്. സം വെജിറ്റബിൾസ്, സം ഫ്രൂട്ട്സിന്റെ ഒക്കെ ചിത്രങ്ങൾ വെച്ചിട്ട് ആ രീതിയിൽ പെയിന്റിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പേപ്പർ ഉണ്ടാക്കി ഉപയോഗിക്കാം. നെക്സ്റ്റ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ഇനി ഈ പറയുന്ന മണ്ണിലേക്ക് അലിഞ്ഞു ചേരാത്ത വസ്തുക്കള് അതിനെ നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നു എന്നാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റിങ്ങിലൂടെ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പേപ്പർ എങ്ങനെ റീസൈക്കിൾ ചെയ്യാമെന്ന് പഠിച്ചു. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് നോൺ ബയോഡിഗ്രേഡബിൾ ഐറ്റംസ് അല്ലെങ്കിൽ വേസ്റ്റ്. നമ്മുടെ over the last few years we have started buying a number of products packaged in cans, aluminum foils, plastics and other such non biodegradable items. Okay, earlier means when Miss was a small child like you and all, there were no plastic items. We used to buy the things from the shop and how they were used to pack it was packed in papers only, and we were using cloth covers, cloth bags, carry bags to carry many things from the shop. We never used to carry any plastic carry bags to shop to purchase things and all. Almost all items were packed in papers and we used to put in sack or cloth carry bags. And nowadays we know that no items have been covered or packed in papers nowadays. But now it started again because the plastic has been banned. Before that, nearly 20 years, completely everything has been packed in plastic items or in tin metal containers and all. ഇതൊക്കെ ചെറുതായിരുന്ന സമയത്ത് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഈ ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൊതിയാറില്ല. പെറുക്കി അങ്ങനെ സഞ്ചി കാത്തിട്ടില്ല. സഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് സഞ്ചി അല്ലായിരുന്നു, പകരം തുണി കൊണ്ട് തുന്നിയ സഞ്ചിയായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ അല്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് പേപ്പറിൽ പൊതിഞ്ഞായിരുന്നു തന്നോണ്ടിരുന്നത്. ഈ കടുക്, മല്ലി, മുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തും ആയിക്കോട്ടെ അന്നും പ്ലാസ്റ്റിക് കവറിനകത്തല്ലായിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാലങ്ങൾ മാറിയപ്പോൾ എല്ലാ ഐറ്റംസും പ്ലാസ്റ്റിക്കില് കവർ ചെയ്ത് വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും എല്ലാം പ്ലാസ്റ്റിക് കവറിനകത്താണ്. നിങ്ങൾ ബിങ്കോ കഴിക്കാറുണ്ട്, നൂഡിൽസ് കഴിക്കാൻ വേണ്ടിട്ട് മാഗി വാങ്ങാറുണ്ട് അല്ലെ. ഇതെല്ലാം പാക്കറ്റ് പ്ലാസ്റ്റിക് കവറിനകത്താണ് വരുന്നത്. നമ്മൾ നൂഡിൽസ് തിന്നും, കവർ എന്ത് ചെയ്യും? നൂഡിൽസ് തിന്നും വിതിൻ 1 day അതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് പോയി. പക്ഷെ അതിന്റെ കവർ എത്ര കാലം കിടന്നാലും നമ്മുടെ മണ്ണിൽ കിടക്കും അല്ലെ. ഓക്കെ, സോ എല്ലാ ഐറ്റംസും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലാണ് ഇപ്പോൾ വരുന്നത്. പഴയ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ എല്ലാം അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ. ഈ എണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമുക്ക് ഇങ്ങനെ ബോട്ടിൽ പാക്കറ്റ് എണ്ണയൊന്നും കടയിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് എണ്ണ വേണമെങ്കിൽ നമ്മൾ കുപ്പിയായിട്ട് പോയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ കുപ്പി വീട്ടിലുണ്ടാവുള്ളൂ. അത് തീരുമ്പോൾ നമ്മൾ ആ കുപ്പിയായിട്ട് കടയിൽ പോകുന്നു, എണ്ണ വാങ്ങിച്ചോണ്ട് വരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് പാക്കറ്റ് ഒന്നെങ്കിൽ പാക്കറ്റ് കവറിൽ വരുന്നു, അതർവൈസ് പാക്കറ്റ് ബോട്ടിൽ. സോ when the oil is over we have to throw the bottle or packet, isn't it? Otherwise what we will do? So like that way every week or every month when we purchase the oil, one bottle or packet is left. അങ്ങനെ ഓരോ വീട്ടിലും ഓരോ പാക്കറ്റ് അല്ലെങ്കിൽ ഓരോ ബോട്ടില് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തുമാത്രം വേസ്റ്റ് വരുന്നല്ലേ. അങ്ങനെ പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ nowadays we have started buying a number of products in packaged in cans, otherwise in aluminum foils. Aluminum foil എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഫോയിൽ എന്ന് പറഞ്ഞ അറിയത്തില്ല, അലുമിനിയം ഫോയിൽ. നമ്മള് എന്താ പറയണ്ടേ, ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ഒരു അലുമിനിയം ഷീറ്റിൽ പോലത്തെ ഒരു ഷീറ്റിനകത്ത് പൊതിഞ്ഞു വരുന്നത് അല്ലേ? ഈ സാധനമൊക്കെ കത്തത്തില്ല. അതൊരു മെറ്റലാണ് അല്ലെ? കത്തത്തില്ല, മണ്ണിലേക്ക് അലിഞ്ഞു ചേരത്തില്ല. ഫുഡ് നമ്മൾ കഴിച്ചു, ബാക്കി ആ വേസ്റ്റ് വരുന്ന സാധനം പിന്നെ ഇങ്ങനെ കാലങ്ങളോളം കിടക്കും നമ്മുടെ അടുത്ത്. ആൻഡ് നവേഡേസ് ഒത്തിരി തവണ നമ്മളിപ്പോ ഇങ്ങനത്തെ പാക്കറ്റ് ഫുഡുകൾ വാങ്ങാറുണ്ട് അല്ലെ? ഓക്കെ. And other such non-biodegradable items. We then throw away the packaging. This has led to an immense increase in the amount of non-biodegradable waste. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ വീടിന്റെ ആ ഭാഗത്തുള്ള കുറെ പ്ലാസ്റ്റിക് എല്ലാം കൂടെ വാരിക്കുട്ടി ഒരു ചാക്കിനകത്തൊക്കെ ശേഖരിച്ചു വെച്ചു. ഇപ്പോഴും കൊണ്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് ഇങ്ങനെ മിഠായി അതും ഇതെല്ലാം വാങ്ങും, പിങ്കോയും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങുന്നു. എന്നിട്ട് അത് തിന്നുന്നു. വേസ്റ്റ് നമ്മുടെ വീടിന്റെ അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം തിന്നു കഴിയും. ആ കൂടെ അവിടെ ഇട്ടിട്ട് പോകും. ഇത് എത്ര കാലം കഴിഞ്ഞാലും മണ്ണിലേക്ക് അലിഞ്ഞു ചേരത്തില്ല, അങ്ങനെ തന്നെ കിടക്കും അല്ലെ? ഒരു പേപ്പറൊക്കെ പറഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അത് മണ്ണിലേക്ക് അലിഞ്ഞു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, വേനൽക്കാലാണെങ്കിൽ എങ്ങനെ കിടക്കും, പക്ഷെ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ കുതിർന്നു പോകും. പക്ഷേ ഇങ്ങനത്തെ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ കിടക്കും. That is why reuse and recycling of this waste has become very essential. If last year and previous year during flood, you might have seen a scenery from a river. When the flood came, a lot of like 10 plastics and plastic bottles have been deposited in a river. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതെന്ന് തോന്നുന്നു അല്ലെ? ഒരു പുഴയുടെ ഒക്കെ തീരത്ത് ആ ഫ്ലഡ് നടക്കുന്ന സമയത്ത് പുഴയിലൊക്കെ എന്തുമാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽസും മറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വന്ന്, കാരണം നമ്മളെല്ലാം ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാണ് അല്ലെ? അവിടെ ഇവിടെ എല്ലാം. എന്നിട്ട് അതൊരു JCB വെച്ച് വലിയൊരു കുഴി എടുത്ത് വീണ്ടും ആ കുഴിക്കകത്ത് തന്നെ ഇരുന്നു. കാരണം ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ ഭൂമിയിലേക്ക് ഇട്ടാലും എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ എടുക്കും. ഈ ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ആ കുഴി എടുത്താലും ആ സാധനങ്ങൾ അതേപോലെ നമ്മൾ കുഴി എടുക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ നമ്മൾ അന്ന് JCBക്ക് മാന്തി മൂടിയ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം, കാരണം ഇറ്റ് വിൽ നെവർ ഡീകേ. ഓക്കെ. അപ്പം ഇതിങ്ങനെ ഒരുപാടായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. നമുക്ക് ഇപ്പൊ കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഓരോ തിരമാലയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഈ വേറെ എവിടെ പോണ്ട, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആ ഇത് കണ്ടതാണ്, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഞാൻ നോക്കട്ടെ, വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടത്. നെറ്റിനെന്തോ ചെറിയ ഷോർട്ട്. See this. See, all these are plastic items, the waste. കണ്ടാ, ഇത് മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും അതും ഇതല്ല. നമ്മൾ മനുഷ്യർ കൊണ്ടിരുന്ന, ആരും മൃഗങ്ങളൊന്നും കൊണ്ടിരുന്നല്ലോ.
You see? ഇത് ഒരു സ്ഥലത്തെ മാത്രമാ അങ്ങനെ നമ്മുടെ മൊത്തം എന്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രം വേസ്റ്റ് അല്ലേ? Okay. So we can reuse a number of these items such as cans and bottles to store items at home. So these how to reuse it. ഈ പറയുന്ന പോലെ ക്യാന് അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ബോട്ടില് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ വീടുകളിൽ പെയിന്റ് എടുത്ത് ചെയ്യുന്നുണ്ടെന്നറിയില്ല, സാധാരണ ഒരു പെയിന്റ് ഡബ്ബ വലിയ ക്യാനകത്താണ് അത് വരുന്നത്. ക്യാനെല്ലാം എന്താ പറയുന്നത് ബക്കറ്റ് പോലെയുള്ളതിനകത്ത് അല്ലെ പെയിന്റ് ഒക്കെ വരുന്നത്. അത് നമ്മൾ ആഫ്റ്റർ പെയിന്റിങ് വി ക്യാൻ വാഷ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ലൈക്ക് ബക്കറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഐറ്റം ആണ്, അത് നമുക്ക് പിന്നീട് കഴുകി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ഈ ടെമ്പകളിലൊക്കെ വാങ്ങുന്ന എന്തെങ്കിലും ഐറ്റം ചായപ്പൊടി പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽ വരും. അതിൽ കുട്ടി ആരാ വരുന്നത്? നീ പുറത്തോട്ട് നോക്കുന്നുണ്ടല്ലോ. ആരുമില്ലേ? ഓക്കെ, വെരി ടെക്സ്റ്റ് ബുക്ക്. ആഹാ, അത് മടിയിലൊക്കെ വെച്ച് കൈയൊക്കെ ഇങ്ങനെ വെച്ച് നല്ല സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, ആലിസൺ. ബെഞ്ച് ചെരുവായോണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരി. അപ്പൊ പിന്നെ ഈ പറയുന്ന പോലെ കുറെ നമുക്കറിയാം, നമ്മള് ടിന്നുകളിൽ വാങ്ങുന്ന ഐറ്റം സാധാരണ നമുക്കറിയാം, നമ്മൾ അച്ചാർ പോലെയുള്ളതൊക്കെ കുപ്പിയിലൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ അച്ചാറൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുപ്പി നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും അല്ലേ? അതുപോലെ നമ്മൾ സ്പ്രൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ബോട്ടിലാണ് കിട്ടുന്നത്, പെപ്സി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിനുശേഷം ആ കുപ്പി നമ്മൾ വലിച്ചെറിയേണ്ട, നമുക്ക് അതിനകത്ത് പിന്നെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി കൂടുതൽ ആവശ്യമില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പാഠശാലോ അല്ലെങ്കിൽ ചെറുപുഴയോ അല്ലെങ്കിൽ ടൗണിലോ തലപ്പുറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കമ്പി കൊള്ളു പോലത്തെ സാധനം വെച്ച് ഇങ്ങനെ വലിയൊരു വല പോലെ വെച്ചിട്ട് ഒരു വലിയ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. സാധാരണ നമുക്കറിയാം ടൗണിലൊക്കെ വരുന്ന ഒരു വെള്ളം കുടിച്ചിട്ട് അവിടെ ഇവിടെയും പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയാതെ അവിടെ തന്നെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ നമ്മുടെ വീടുകളിൽ കണ്ടെയ്നർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ? പിന്നെ ഈ വണ്ടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വണ്ടിയിൽ ഒഴിക്കാൻ വേണ്ടി ഓയിലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ക്യാനൊക്കെ പിന്നീട് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ചുമ്മാ വലിച്ച് അങ്ങനെ അവിടെ ഇവിടെയും കളയാതെ. We can reuse a number of these items such as cans and bottles to store the items at home. We can use plastic carry bags for keeping things we buy instead of taking new bags from the shopkeeper. Okay, if you have many plastic carry bags that we have purchased things and all that like that we got, and next time when you go to shop, if you take a carry bag which you have at home already, that you can take to the shop and then you can purchase the things in that shop instead of taking new one from the shop. അതായത് നമ്മളിപ്പോ കടയിലൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് കൂടിനകത്ത് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഓരോ തവണ പോയിട്ട് വരുമ്പോഴും ഒന്നോ രണ്ടോ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ടൈം നമ്മൾ കടയിൽ പോകുമ്പോൾ കടയിൽ നിന്നും പുതിയ കവർ എടുക്കാതെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന കടയില് നമ്മുടെ എന്താ പറയുന്നത് പ്ലാസ്റ്റിക് കൂടുമായിട്ട് നമ്മൾ പോകുന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിനകത്ത് തന്നെയാവും, വീട്ടിലേക്ക് പുതിയതൊരെണ്ണം വരുന്നില്ല, പഴയ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നു. ഒരിടയ്ക്കൊക്കെ കടയിൽ അങ്ങനെയായിരുന്നു, നമ്മൾ സാധനം വാങ്ങുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സഞ്ചി കൂടെ അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ കൊണ്ടുപോകണമായിരുന്നു. ഇപ്പം വീണ്ടും പ്ലാസ്റ്റിക് ഒക്കെ പഴയ പോലെ തന്നെ പൂർവാധിക ശക്തിയോടെ വന്നു. സോ വി ഗെറ്റ് plenty of plastic from the shop. Once when the government has strictly banned the plastic, we had to take bags from home. അപ്പൊ നമ്മള് ഇന്നലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കുറച്ച് കവറിനകത്ത് ഇട്ടുകൊണ്ട് വന്ന ആ കവർ തന്നെ ഇന്ന് നമ്മൾ കടയിൽ പോകുമ്പോൾ ആ കവർ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആ കവർ എടുത്തിട്ട് പോകുകയാണെങ്കിൽ പുതിയൊരു കവറ് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 10 ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ 10 തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ ഇന്ന് 11ാമത്തെ കവർ വീണ്ടും വീട്ടിലെത്തും. സോ എത്രത്തോളം നമുക്ക് ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും? ഒരു പരിധി കൂടുതൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല അല്ലെ? The rest can be sold to the waste collector for recycling. സോ പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ വീട്ടിലുള്ള ഇരുമ്പ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നേരത്തെ ഈ പറയുന്ന വേസ്റ്റ് കളക്ടേഴ്സ് യൂസ് ടു കം. ഇപ്പൊ നമുക്ക് ഈ കൊറോണയൊക്കെ കാരണം കുറച്ച് കാലങ്ങളായിട്ട് അതില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ തമിഴന്മാർ വന്ന് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഇരുമ്പ് സാധനങ്ങളൊക്കെ അവര് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് ചെറിയ പൈസക്ക് നമുക്ക് വിറ്റൊഴിവാക്കാം.
But in some places, in some houses, when we go there, we can see that all around their courtyard in other places and all such type of items like plastic material items, then metal items and all scattered here and there. Mostly, it will be the toys of the children. When children are small ones, they used to buy toys like a car, a jeep, like that and all. And when the children grow up, all automatically this will break down and all. Okay, the pieces of that and the useless things they will simply just throw in the land. It will be scattered here and there and all. എനിക്കറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി 8-9 എത്തി. ആ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ അവർക്ക് വാങ്ങിച്ചിരുന്ന ടോയ്സ് എല്ലാം ആ പറമ്പിന്റെ പരിസരം മുഴുവൻ ഇങ്ങനെ ചെതറി വാരി വെതറി ഇട്ടേക്കാണ്. അതൊരിക്കലും മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നില്ല. അങ്ങനെ ചെയ്യാതെ ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തെല്ലാം കൂടി ഈ പെറുക്കിയിൽ വരുമ്പോൾ അവർക്ക് പെറുക്കി കൊടുക്കുക. അതായത് 2-3 സൈക്കിൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു. ഒട്ടും കുർത്തക്കേടില്ലാത്ത മക്കൾ. അതുകൊണ്ട് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു 1 വർഷം ആകുമ്പോഴത്തേനും തല്ലിപ്പൊടിച്ച് നശിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 2-3 സൈക്കിൾ വീതം വാങ്ങിച്ചു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ യൂസ്ലെസ് ആണോ, യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം കേടാക്കി നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് ഐറ്റംസും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പെറുക്കിലൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരിക്കല് പെറുക്കി വന്നപ്പോൾ ഇതെല്ലാം കൂടെ പെറുക്കി വെച്ച് 6500 രൂപ കിട്ടി. ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ പക്ഷെ കുഞ്ഞുങ്ങൾ വലുതായി, അവര് നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പഠിച്ചു. When they are small children, some children will be naughty, isn't it? അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ആ പറമ്പിൽ കിടന്ന് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പെറുക്കിപ്പിച്ച് കൂടിനകത്തൊക്കെ ഇട്ട് വെച്ച് ഇപ്പൊ അതെല്ലാം വിറ്റ് പറമ്പിൽ നിന്ന് കച്ചറ ഒഴിവാക്കി അവർക്കൊരു തുകയും കിട്ടി. ഈ സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ വേസ്റ്റ് സെല്ലേഴ്സിന് വിൽക്കുകയാണെങ്കിൽ they will take to the factories and they will recycle it. Recycling non-biodegradable waste involves the collection of used and discarded materials and processing them to make new products. So once when we sell to them, they will take to the factories and they will recycle it and they will make another products. ഇപ്പൊ നമ്മളൊരു കാറാണ് വിറ്റതെങ്കിൽ, അതായത് ടോയ് കാറാണ് വിറ്റതെങ്കിൽ അടുത്ത ഇതിൽ അവർ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഷോപ്പുകളിൽ വരുന്നത്. The waste collector takes some items to factories where cans are melted to make new cans and broken bottles are also melted to make new glass products. Plastic are also recycled to make various plastic products. So നമ്മൾ കൊടുക്കുന്ന ഇങ്ങനെ അവർ വാങ്ങിച്ചുകൊണ്ടുന്ന സാധനങ്ങളെല്ലാം ഫാക്ടറികളിൽ അവര് റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് പുതിയ ഐറ്റംസ് ആയിട്ട് തിരിച്ച് വീണ്ടും ഷോപ്പുകളിലൊക്കെ എത്തും. ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ വിറ്റ സാധനം ആയിരിക്കും പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല പുത്തനായിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലൊക്കെ എത്തുന്നത്. ഓക്കെ, നമ്മുടെ ടൈം തീരാനായി. We'll wind up the class. We'll see you on next Thursday. Okay, bye-bye.